എന്ത് കണ്ടോണ്ടോ സാധനം എടുത്തോ എന്റെ കയ്യിൽ സാധനം എന്റെ കയ്യിൽ എടുത്തോ എന്റെ കയ്യിൽ ഞാനിവിടെ ഞാൻ പറഞ്ഞേക്കാം എന്നെ ഇവിടെ വെറുതെ പിടിച്ചതിനെ കൊണ്ട് കാര്യം നിങ്ങൾ ഇങ്ങനെ ക്യാമറ ഞാൻ ഇവിടെ കാൻഡിഡേറ്റ് ആയാലും മത്സരിക്കുന്നുണ്ട്. എന്റെ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഇവിടെ SFI പ്രവർത്തകരും ഒപ്പം UDSF പ്രവർത്തകരും തമ്മിൽ സംഘർഷമാണ്. വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുകയായിരുന്ന ഒരു MSFന്റെ UECയുടെ കയ്യിൽ നിന്ന് SFIയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ടുള്ള അദിഷ കെ ബാലറ്റ് പേപ്പർ തട്ടിയെടുത്ത് ഓടുന്നുണ്ട്. പിന്നാലെ പോലീസും ഇതിന് പിന്നാലെ ഓടി. അതിനിടയിൽ പുറത്ത് ഒരു ചുവന്ന നിറത്തിലുള്ള മാരുതി കാർ വന്നു നിന്നെന്നും ആ മാരുതി കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന്, ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് ഈ ബാലറ്റ് പേപ്പർ വാങ്ങി ഇവിടെ നിന്ന് പുറത്തേക്ക് ഓടിച്ചു പോയി എന്നുമാണ് പോലീസ് അടക്കം ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരെ MSFന്റെ ആരോപണം. എന്തായാലും അതിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടൗൺ SI ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ആളുകൾ ഇവിടെ എത്തി പെൺകുട്ടിയെ പരസ്യ വിചാരണ ചെയ്യുന്നുവെന്നും വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസുമായി സംഘർഷത്തിലേക്ക് വരുന്നു. ലാസ്റ്റ് പോലീസും SFI പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ ബഹളത്തിനിടയ്ക്ക് എന്തായാലും അതിശയെ SFIക്കാർ ഈ പെൺകുട്ടിയെ SFIക്കാരോട് ഒന്ന് മോചിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സംഘർഷത്തിനിടയിൽ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന രണ്ട് വനിതാ പോലീസുകാരികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി തന്നെ SFI പ്രവർത്തകർ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു. പോലീസ് MSFന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നാണ് SFI സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണം. അതായത് അത് പോലീസിലെ ഒരു വിഭാഗം ഇപ്പോഴും UDF മൈൻഡുള്ള ആളുകളുണ്ട്. അവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ആരോപണമാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. MSFന്റെ UECക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സംഘത്തെ രാവിലെ തന്നെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സംരക്ഷണം നൽകണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ UDSF സംഘത്തെ വിജയിപ്പിക്കണമെന്നല്ല ഹൈക്കോടതി ആവശ്യപ്പെട്ടതെന്നും അത്തരത്തിലുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ള ഗുരുതരമായ ആരോപണവും ഒക്കെയാണ് ഇപ്പോൾ SFI ഉന്നയിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്തിനകത്ത് ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിനുള്ളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ കാസർഗോഡ് നിന്ന് വന്ന സഫ്വാൻ എന്ന UDSFന്റെ ഒരു UECയെ ഓട്ടോറിക്ഷ ഇറങ്ങുന്നതിനിടയിൽ SFI നേതാക്കൾ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ആരോപണം. ഇവരെ ഒരു കാറിൽ ബലമായി കയറ്റി SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണമാണ് ആദ്യം ഉന്നയിച്ചത്.